കളർഫുൾ ഈ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നബിദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, നബിയുടെ ഗോത്രം ഏത്? ഉത്തരം ഖുറൈശി. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് നുബുവത്ത് ലഭിച്ചത്? ആൻസർ ഹിറ ഗുഹയിൽ. മൂന്നാമത്തെ ചോദ്യം, ഹിറ ഗുഹ ഏത് പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ നൂർ, ജബലുൻ നൂർ. നാലാമത്തെ ചോദ്യം, ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സുമയ്യ റളിയല്ലാഹു അൻഹ. അഞ്ചാമത്തെ ചോദ്യം, പ്രവാചക പത്നിമാരെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ആറാമത്തെ ചോദ്യം, ഉലുൽ അസ്മുകൾ ആരെല്ലാം? ആൻസർ 5 പേരാണ് ഉലുൽ അസ്മുകൾ. അവർ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തെ ചോദ്യം, ഖുലഫാഉ റാഷിദീങ്ങളുടെ ഭരണകാലം? ആൻസർ ഹിജ്റ 11 മുതൽ 40 വരെ. എട്ടാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്ര? ഉത്തരം 2 വർഷവും 3 മാസവും. ഒൻപതാമത്തെ ചോദ്യം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്ര? ഉത്തരം 10 കൊല്ലവും 6 മാസവും 4 ദിവസവും. പത്താമത്തെ ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്ര? ഉത്തരം 12 വർഷം. 11ാമത്തെ ചോദ്യം, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്ര? ഉത്തരം 4 വർഷവും 9 മാസവും. 12ാമത്തെ ചോദ്യം, ഖുലഫാഉ റാഷിദീങ്ങൾ ആരെല്ലാം? ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 4 പേരാണ് ഖുലഫാഉ റാഷിദീങ്ങൾ. 13ാമത്തെ ചോദ്യം, ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച പുരുഷൻ ആര്? ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 14ാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിച്ച വർഷം ഏത്? ഉത്തരം ക്രിസ്താബ്ദം 573. 15ാമത്തെ ചോദ്യം, ഖലീഫമാരിൽ സ്വാഭാവിക മരണം ഉണ്ടായ ഏക ഖലീഫ ആര്? ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 16ാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്ന്? ഉത്തരം ഹിജ്റ 13 ജമാദുൽ ഉഖ്റ 22. 17ാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഹുജ്റത്തു ഷരീഫയിൽ. 18ാമത്തെ ചോദ്യം, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ ആരായിരുന്നു? ആൻസർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 19ാമത്തെ ചോദ്യം,
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന് എവിടെ? ആൻസർ ക്രിസ്താബ്ദം 584 മക്കയിൽ. 20ാമത്തെ ചോദ്യം, ഏതു വർഷത്തിലായിരുന്നു ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത്? ആൻസർ നുബുവത്തിന്റെ 6ാം വർഷത്തിൽ. 21ാമത്തെ ചോദ്യം, ഖാദിസിയ്യ യുദ്ധം നടന്ന വർഷം ഏത്? ആൻസർ ഹിജ്റ 15. 22ാമത്തെ ചോദ്യം, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്ന്? ആൻസർ ഹിജ്റ 23 മുഹറം 1. 23ാമത്തെ ചോദ്യം, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റത് എന്ന്? കുത്തിയത് ആര്? ആൻസർ ഹിജ്റ 23 ദുൽഹിജ്ജ 26. അബൂ ലുഅ്ലുഅത്ത് എന്ന മജൂസിയാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിയത്. 24ാമത്തെ ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെ എന്ന്? ആൻസർ ക്രിസ്താബ്ദം 577 മക്കയിൽ ജനിച്ചു. 25ാമത്തെ ചോദ്യം, ആരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്? ആൻസർ ഹിമാർ എന്ന ഒരു ഈജിപ്തുകാരൻ. 26ാമത്തെ ചോദ്യം, ഏത് വർഷത്തിലായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം? ആൻസർ ഹിജ്റ 35. 27ാമത്തെ ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ജന്നത്തുൽ ബഖീൽ. 28ാമത്തെ ചോദ്യം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന് എവിടെ? ആൻസർ ക്രിസ്താബ്ദം 600 മക്കയിൽ ജനിച്ചു. 29ാമത്തെ ചോദ്യം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് ആര്? ആൻസർ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജീം. 30ാമത്തെ ചോദ്യം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഏത്? ആൻസർ ഹിജ്റ 40. നബിദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്കായി ഞങ്ങളുടെ മറ്റു വീഡിയോസ് കാണുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.